ഒന്നാമത് നമ്മൾ തുടങ്ങാം ക്ലാസ്. അപ്പൊ എല്ലാവരും തയ്യാറായിക്കൊള്ളാം. ബിസിനസ് പീപ്പിൾസ് ആദ്യം എഴുതേണ്ട വാക്കെന്താണ്? നമുക്ക് അവിടുത്തെ പരിപാടി ഇവിടെ ഉണ്ട്. ബിസിനസ് പീപ്പിൾ ആദ്യം എഴുതേണ്ട ഒരു സ്ലോഗൻ ഉണ്ട്. ഐ ആം എ, എഴുതിക്കോളൂ. ഐ ആം എ എന്ത് മേക്കറാണ്? മറന്നു പോകണ്ട. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ എന്നുള്ള അഫർമേഷൻ വെച്ച് നമ്മൾ തുടങ്ങാം. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ. ഒരു സംശയം വേണ്ട. ജിഷ ഒരു 100 പ്രാവശ്യം എഴുതിക്കോളൂ ജിഷക്ക് വേണ്ടിയിട്ട്. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ. അവിടെ നമ്മൾ ഹാപ്പി ആൻഡ് ചെയ്താ പറഞ്ഞെങ്കിൽ ഐ ആം എ പ്രോഫിറ്റ് മേക്കർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലാഭം കിട്ടുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇതോടുകൂടി നമ്മൾ ബിസിനസിന്റെ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ടെക്നിക്ക് പഠിപ്പിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്കറിയാം. ഈ ലോ ഓഫ് അട്രാക്ഷനെ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ബിസിനസ് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ ആകർഷിച്ചെടുക്കാം. ഞാനിത് പറയാൻ പോകുന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ വർഷങ്ങളായി പരീക്ഷിച്ച് 100% വിജയിച്ച ഒരു ടെക്നിക്കാണ്. 100% വിജയിക്കും. ഇന്നും ചെയ്ത നാളേക്കും വിജയിക്കും, യാതൊരു തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നാളെ തിങ്കളാഴ്ച എനിക്ക് എത്ര ബിസിനസ് കിട്ടും നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കച്ചവടത്തിൽ വേഗത്തിൽ മികച്ച മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വളരെ സ്പഷ്ടമായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടിയും സത്യസന്ധമായും വിശ്വാസത്തോടു കൂടിയും ധനാത്മകമായ വികാരത്തോടു കൂടിയും ആണ് ഓരോ ദിവസവും നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ സമീപിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ള ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയും നമ്മൾ സത്യസന്ധമായും പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും ധനാത്മകമായ വികാരത്തോടും കൂടിയാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഓരോ ദിവസവും കാണേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന ആകർഷണ നിയമം സിദ്ധാന്ത പ്രകാരം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് വികാരം നമുക്കുണ്ടാകുന്നുവോ അത് നമ്മൾ ആകർഷിച്ചെടുക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായ സമൃദ്ധിയും വിജയവും എവിടെ ഉണ്ടാവണം? നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങി. ഇപ്പൊ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എത്ര രൂപയുടെ കച്ചവടം ഈ മാസം ഉണ്ട് എന്ന് ചോദിക്കുന്നതിൽ നിന്ന് മാറി എത്ര രൂപയുടെ കച്ചവടം ഈ മാസം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമുക്ക് മാറ്റം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫെയിലിയർ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഫോർകാസ്റ്റിംഗ് ഇല്ല. ബിസിനസ്സിൽ എത്ര രൂപയുടെ ഉണ്ടാവണം എന്ന് ചിന്തിക്കാൻ തയ്യാറാവാത്തതാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾ പിന്നെ മാറ്റി വെച്ചോളൂ. നമുക്ക് ഒരു ദിവസത്തെ എടുത്ത് പരീക്ഷിച്ച് നോക്കാം, ലളിതമായി പരീക്ഷിച്ച് നോക്കാം. ഒരു ദിവസത്തെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം കുടിക്കുക, അങ്ങനെ നിങ്ങൾക്ക് മാസത്തെ കൂടി ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇത് ഒരു മാക്സിമം നിങ്ങൾക്ക് എടുക്കാവുന്ന സമയം 5 മിനിറ്റ് ആണ്. ഇതിനോട് 5 മിനിറ്റ് സമയം കൊണ്ട് സാധ്യമാകുന്ന കാര്യമാണല്ലോ. റെഡിയാണല്ലോ നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട്? അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ ലളിതമായ ടെക്നിക്ക് പറഞ്ഞു പോകാം, കുറെ സമയം എടുത്ത് ഇതാക്കുന്നില്ല. ലളിതമായി ഒന്നാമത്തെ കാര്യം ചെയ്യുക. നിങ്ങൾ അതിരാവിലെ അതിരാവിലെ എന്ന് പറയില്ല, നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി കച്ചവടം കട തുറക്കാൻ അല്ലെങ്കിൽ സ്ഥാപനത്തിന് ബിസിനസ് തുടങ്ങുന്നതിന്, അതായത് അതിന്റെ സമയത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ എപ്പോഴാണോ ഒന്നിക്കൽ സ്ഥാപനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഞാനൊക്കെ ഇത് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഓഫീസിൽ എത്തിയാൽ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ ഇത് ചെയ്യും, എന്നിട്ടാണ് ബാക്കി പരിപാടികളിലേക്ക് പോകാറ്. അതുപോലെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ സാധാരണ ഓഫീസിൽ എത്തിയാൽ ഒരു വിളക്ക് കത്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു ചന്ദനത്തിരി കത്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, നമ്മൾ സാധാരണയായിട്ട് ഒരു ബിസ്മി ചെല്ലുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. സ്വസ്ഥമായി 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എന്താണ് ഇന്ന് എനിക്ക് ആവശ്യമെന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. ഇന്നത്തെ കച്ചവടം എനിക്ക് എത്ര ആയിരിക്കണം എന്നുള്ളൊരു ഫിഗർ നിങ്ങൾ സെറ്റ് ചെയ്യുക. എഴുതി വെച്ചോളൂ. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ ആദ്യത്തെ 2 മിനിറ്റ് നേരം കൃത്യമായ ഒരു ഉദ്ദേശം രൂപപ്പെടുത്തുക. അത് എത്ര രൂപ കച്ചവടം എന്നാവാം, ഏത് ഡീല് ഹാൻഡിൽ ചെയ്യുന്നതാവാം, ഏത് കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരണമെന്നാവാം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നാവാം. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്
അതിനെ സത്യസന്ധമായും നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ അതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം. സ്റ്റെപ്പ് നമ്പർ 1. അതായത് എന്റെ കടയിൽ ഇന്ന് 10,000 രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് 10 പുതിയ സന്തുഷ്ടരായ കസ്റ്റമർ വന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം, എനിക്കിന്ന് 5 പുതിയ ക്ലയന്റുകളെ കിട്ടി എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും ആവാം. എന്താണോ നമ്മുടെ ഉദ്ദേശം അതൊന്ന് കൃത്യമായി എഴുതി വെക്കുക. ഇത് നാളെ മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 2 മിനിറ്റ് നേരം കൃത്യമായ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. നല്ല സ്വസ്ഥമായി ബ്രീത്തിങ് എടുക്കുക. സ്വസ്ഥമായി ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കസ്റ്റമർ വരുന്നതും സാധനം വാങ്ങിക്കുന്നതും അവർ സന്തോഷപൂർവ്വം പോകുന്നതും നിങ്ങൾ സന്തോഷപൂർവ്വം ആ പൈസ വാങ്ങിക്കുന്നതും ഒക്കെ ആ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന കാര്യം. ചിലപ്പോൾ 2 മിനിറ്റ് നിങ്ങൾക്ക് ആവില്ലെങ്കിൽ 3 മിനിറ്റ് എടുത്തോളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ കടയിൽ ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷനെ മുഴുവൻ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ കാണുക. നല്ല കസ്റ്റമർ വരുന്നതും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും നിങ്ങൾ പറഞ്ഞ പൈസ അയാൾ 100 രൂപയുടെ സാധനം മേടിക്കാൻ വന്നെ 1000 രൂപയുടെ സാധനം മേടിക്കാൻ വന്നിട്ട് 5000 രൂപയുടെ സാധനം മേടിച്ചു പോകുന്നതും 50 കുറച്ച് കൂട്ടി പറയാം 25,000 സാധനം മേടിക്കാൻ വന്നിട്ട് 50,000 രൂപയുടെ സാധനം മേടിച്ചു പോകുന്നതൊക്കെ വളരെ കൃത്യമായി വിഷ്വലൈസ് ചെയ്യാം. ഒട്ടും കുറക്കരുത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു ദിവസം 25,000 രൂപയാണ് കച്ചവടം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഒരു 35,000 40,000 പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ അതേ ഇത് കാണിക്കുന്നത് കുറച്ചും കൂടി വലിയ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ. കണ്ണടച്ചത് ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഓരോ സാധനം കസ്റ്റമർ കൊടുക്കുന്നതും അവർ ചോദിക്കുന്നതും അവർ ആ ഒരു വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യുക. വളരെ ലളിതമാണ്. ഇത് എഴുതി വെച്ച് നിങ്ങളത് ചെയ്യുക. അത്രയും 3 മിനിറ്റും ഇത് നമുക്ക് ഇത് ചെയ്യാം. അതിനുശേഷം എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം വളരെ ലളിതമായി നിങ്ങൾ 2-3 അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ആവശ്യമുള്ള ഞാൻ ആഗ്രഹിച്ച പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഗ്രഹിച്ച കച്ചവടം എനിക്ക് ലഭിച്ചിരിക്കുന്നതിന് നന്ദി എന്ന് മാത്രം പറയുക. എനിക്ക് ആവശ്യമുള്ള ഞാൻ ആഗ്രഹിച്ച കച്ചവടം അല്ലെങ്കിൽ പൈസ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ അഫർമേഷൻ മാത്രം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമൃദ്ധിയും ആനന്ദവും ഒന്നിച്ച് നിറയണം. നമ്മുടെ മനസ്സിൽ സന്തോഷവും ആനന്ദവും സമൃദ്ധിയും പൂർണ്ണമായി നിറയണം. അബൻഡൻസ് മൈൻഡ് സെറ്റോടുകൂടി സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ഇല്ലാതെ സമൃദ്ധിയുടെ മനസ്സോടുകൂടി നിങ്ങളിപ്പോ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ അനാഹത ചക്ര ഇങ്ങനെ തിളങ്ങണം സന്തോഷം കൊണ്ട്. ഇങ്ങനെ പച്ച നിറത്തിൽ തിളങ്ങുന്നത് നിങ്ങൾ അനുഭവിക്കുക. എന്നിട്ട് നല്ല പുഞ്ചിരോടുകൂടി ബാക്കിയുള്ള എല്ലാവരോടും പെരുമാറുമ്പോൾ സ്വസ്ഥമായിട്ട് അവർ കടയിലെ ഓരോ ആളോടും നല്ല സന്തോഷത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് പെരുമാറുക. അതായത് ഈ അഫർമേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സന്തോഷം അനുഭവിക്കുക. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റ് സമയം കഴിഞ്ഞു അടച്ചു വെച്ചോളൂ. രാവിലെ പുസ്തകത്തിൽ എഴുതി വെച്ച എമൗണ്ട് വൈകിട്ട് പോയി നോക്കിയാൽ മാത്രം മതി. അതുകൂടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആ സാധനം അടച്ചു വെക്കുക. പിന്നെ സന്തോഷത്തിൽ മാത്രം നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ആഗ്രഹിച്ച കച്ചവടം കിട്ടിയാൽ പിന്നത്തെ അവസ്ഥ എന്താണ്? സന്തോഷം തന്നെയാണ്, അല്ലെ? ആ സന്തോഷത്തിൽ മുഴുനീള കടയിലോ നിങ്ങളുടെ ബിസിനസ്സിൽ മുഴുനീളം നിങ്ങൾ പെരുമാറുക. വൈകുന്നേരം നിങ്ങൾ പോകുമ്പോൾ മാത്രം നോക്കുക, രാവിലെ ഞാൻ എഴുതിയ കച്ചവടം എത്രയാണ്, ഇന്ന് എനിക്ക് കിട്ടിയ കച്ചവടം എത്രയായിരിക്കുന്നത് നോക്കുക. 100% ആ ഫിഗർ അവിടെ ഉണ്ടാവും എന്നതിന് യാതൊരു തർക്കമില്ല. ഇത്ര മാത്രം ചിന്തിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വികാരത്തിന്റെ ആഴം, നിങ്ങൾ ആ സംതൃപ്തി എടുക്കുന്ന സംതൃപ്തിയുടെ രീതി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് ഉണ്ടായാൽ അത് സംഭവിച്ചിരിക്കും. ഞാൻ ഇവിടെ ഒരു കാര്യം ഇപ്പൊ പറയാം, ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ പറയാം. ഈ കാര്യം നാളെ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറയും, സാറ് ഇന്ന് പറഞ്ഞ കാര്യം എന്റേതാണ്, ഞാൻ കടയിൽ വൈകിട്ടായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു. നാളെ തന്നെ മെസ്സേജ് നോക്കും. യാതൊരു തർക്കമുള്ള വളരെ ലളിതമാണ്. ഇത് സംഭവിക്കുകയും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഇവിടെ
LIC ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാം, ആർക്ക് വേണം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിച്ച കസ്റ്റമർ ബിസിനസ് നിങ്ങൾക്ക് അതേ സമയത്ത് കിട്ടിയിരിക്കും. വേറൊന്നും ചെയ്യേണ്ട. കണ്ടീഷൻ ശ്രദ്ധിക്കണം, ഭയം പാടില്ല, ഇമോഷൻസ് ശ്രദ്ധിക്കണം. വികാരം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആനന്ദവും മറ്റൊന്നും ഉണ്ടാവരുത്. പരാതികൾ പറയരുത്, പരിഭവം പറയരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ വൈകിട്ട് 5 മണി വരെ കിട്ടിയിട്ടുണ്ടാവില്ല, 5 മണിക്ക് ശേഷം ഒരൊറ്റ ബിസിനസ് ആയിരിക്കും. അതുകൊണ്ട് അവസാന സമയം വരെ ഈ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഞാനിപ്പോ പറയണു, ഇവിടെ പങ്കെടുക്കുന്ന 30 പേരിൽ 5 പേർക്ക് നാളെ ഇത് സംഭവിച്ചിരിക്കും. അവര് വൈകിട്ടാകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, 5 പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അത്ര വളരെ ലളിതമായ സ്റ്റെപ്പാണ്. 100% 5 പേര് റെഡി ആയിക്കോ, ആരാണെന്ന് നോക്കോ, അവര് നാളെ വന്ന് പറഞ്ഞോളാം. അത്ര മാത്രമേ പറയാനുള്ളൂ. ഇത്രയും ടെക്നിക്ക് മാത്രമേ പഠിപ്പിക്കാനുള്ളൂ. കൂടുതൽ സമയം എടുത്താക്കുന്നില്ല. ഇത്രയും ലളിതമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു.